കാട്ടിലോരാൻ സിംഗം. ആഹാ, നമ്മുടെ നടപ്പുവഴിയെല്ലാം കൂടെ നിങ്ങൾ വേലി കെട്ടി അടയ്ക്കുവാണോ? എൻ്റെ പൊന്നുകേട്ടാ, ചതിക്കല്ലേ. ഞങ്ങൾ 5-6 കുടുംബക്കാരാ കരോട്ടല്ലേ താമസിക്കുന്നത്. ഈ ഒരു വഴിയാ ഞങ്ങളുടെ ഏക ആശ്രയം. ഇതും കൂടെ അടച്ചാൽ പിന്നെ മണപ്പാട്ടുകാരുടെ പറമ്പുവഴി കയറി പോകേണ്ടി വരും. അവിടാണെങ്കിൽ ഒടുക്കത്തെ പട്ടിശല്യവുമാണ്. വഴിയൊന്നും അടയ്ക്കത്തില്ലടാ. ഞാൻ അറിഞ്ഞായിരുന്നു ആരൊക്കെയോ ഇത് വന്ന് കണ്ടുന്ന്. എഴുതി കൊടുക്കുമ്പോൾ ഈ വഴി മാത്രം വിട്ടേ എഴുതി കൊടുക്കാവുള്ളൂ ചേട്ടാ. ഞാൻ അത്ര മനസാക്ഷി ഇല്ലാത്തവനൊന്നും അല്ലടാ. നീ എവിടെ പോയതാ രാവിലെ? കശാപ്പുണ്ടായിരുന്നു പുളിക്കര മനോവിന്റെ വീട്ടില്. അവിടെ സ്ഥിരം നമ്മളാണല്ലോ കണ്ടിക്കുന്നേ. പന്നിയായിരുന്നു, 120 കിലോ ഒരു പന്നി. അത് ഏതോ സംഘക്കാർക്ക് വേണ്ടി കണ്ടിച്ച. പക്ഷെ അവൻ ഏത് സംഘക്കാർക്ക് വേണ്ടി കണ്ടിച്ചാലും നമ്മുടെ ഈ പരിസരത്തുള്ളവരോടെല്ലാം വേണമെന്ന് ചോദിക്കുമല്ലോ. അവനും ഞാനും അത്ര രസത്തിലല്ല. പിന്നെ കശാപ്പിന് പോയാൽ എന്നാ കൊണ്ടാ ഇപ്പൊ കൂലി? ഇതെന്നാ കയ്യില്? 1200 രൂപ ഉണ്ട് കശാപ്പിന് പോയാ. പിന്നെ 1-2 കിലോ ഇറച്ചി തരും. ഇറച്ചി ഉണ്ടെങ്കിൽ 1 കിലോ കിട്ടി. ഇത് എന്നതാടാ അരയില്? സ്റ്റെപ്പിനിയാണോ? സ്റ്റെപ്പിനിയാ. അവിടെ എടുത്തതിന്റെ ബാക്കിയാ. ഞാനും രഘുവും മാത്രമല്ലേ അടിക്കത്തുള്ളൂ. അവൻ അടിക്കത്തില്ലല്ലോ. ബാക്കി എനിക്ക് തന്നു കിട്ടും. നിന്റെ പെണ്ണുമ്പിള്ള കുറച്ചു മുമ്പേ ഇല്ലേ ഇറങ്ങിപ്പോയെ? അവള് ചെറുക്കൻ്റെ സ്കൂളിൽ പോയതാ, PTA. പഠിക്കത്തില്ലെന്നേ, ചുമ്മാ വണ്ടിക്കൂലിയും കൊടുത്ത് വിടാന്നല്ലാതെ. അവന് ഭയങ്കര സംശയം കേട്ടോ. കഴിഞ്ഞ ദിവസം കണ്ട് ടീച്ചർ ക്ലാസ്സിൽ വെച്ച് ചോദിച്ചെന്ന്, അമിതമായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന്. അവൻ അതിന് ആൻസർ എഴുതി, ഫോണിന്റെ ചാർജ് തീരുമെന്ന്. സിമ്പിളായിട്ടുള്ള ഉത്തരവല്ലേ. നമ്മളെ മോനല്ലേ, അതിൽ കൂടുതലൊന്നും എഴുതാനില്ല.